അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മലബാർ ചരിത്രം കേരള മുസ്ലിം ചരിത്രമായി പൊതുവെ വായിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് ദക്ഷിണ കേരള മുസ്ലിം ചരിത്രം എന്ന രീതിയിൽ നമ്മൾ ഈ ചർച്ച സംഘടിപ്പിക്കുന്നത്. ഈ ചർച്ച തന്നെ തെക്കൻ കേരള മുസ്ലിങ്ങളുടെ ജീവിതത്തിലെ അവരുടെ ചരിത്രത്തിൻ്റെ ഒരു ആമുഖം മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം നിരവധി പഠനങ്ങൾ ഈ മേഖലയിൽ ഉണ്ടാവേണ്ടതുണ്ട്. ഇവിടുത്തെ കേരള മുസ്ലിം ചരിത്രം എന്നത് മലബാർ മുസ്ലിം ചരിത്രമായി മാത്രം മാറുകയും അതിൻ്റെ പേരിൽ ധാരാളം സമ്മേളനങ്ങളും പഠനങ്ങളും രചനകളും സീരീസുകളും ഉണ്ടാവുന്ന ഒരു പശ്ചാത്തലത്തിലും കൂടിയാണ് നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ തെക്കൻ കേരള മുസ്ലിങ്ങളുടെ ജീവിതം, അവരുടെ ഏകദേശം 8ഓളം ജില്ലകളിൽ പരന്നു കിടക്കുന്ന അവരുടെ ചരിത്രം, ഇതെല്ലാം ക്രോഡീകരിക്കുകയും അതിനെ വളരെ വ്യത്യസ്തമായ ടൈറ്റിലുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വ്യത്യസ്തമായ പഠനങ്ങൾ രൂപീകരിക്കേണ്ട ഒരാവശ്യവും കൂടി ഈ ഒരു മേഖലയിലുണ്ട് എന്നുള്ളത് ആദ്യമായി ഉണർത്തുകയാണ്. സാധാരണ തന്നെ കേരള മുസ്ലിം ചരിത്രത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് അത് മാലിക് ബിൻ ദീനാറും സംഘവും തമ്മിലുള്ള വരവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കേരള മുസ്ലിം ചരിത്രത്തിൻ്റെ തുടക്കം തന്നെ ഉണ്ടാവുന്നത്. അതേ ചരിത്ര പശ്ചാത്തലം തന്നെയാണ് തെക്കൻ കേരള മുസ്ലിങ്ങളുടെ ചരിത്രത്തിലും ഉള്ളത്. കാരണം മാലിക് ബിൻ ദീനാറും കൂട്ടരും പിന്നീട് യാത്രയാവുന്നത് തെക്കൻ ഭാഗത്തേക്കാണ്. കൊല്ലത്ത് അവിടെ എത്തുകയും അവിടെ തന്നെ അദ്ദേഹത്തിൻ്റെ ഹബീബ് ബിൻ ദീനാറിൻ്റെ നേതൃത്വത്തിൽ അവിടെ ഒരു പള്ളി പണിയുകയും പിന്നീട് ആ പള്ളി നൂറ്റാണ്ടുകൾക്ക് ശേഷം അത് തകർന്നു പോവുകയും കടലാക്രമണം ഉണ്ടാവുകയും തകർന്നു പോവുകയും ആ ഭാഗത്ത് തന്നെ അവിടുത്തെ മുസ്ലിങ്ങൾ 13-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തന്നെ അവിടെ ഒരു പള്ളി പുനർനിർമ്മാണം നടത്തുകയും ചെയ്യുന്നുണ്ട്. ആ പള്ളി പിന്നീട് ജോനകപ്പുറം പള്ളി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ പള്ളിയുടെ സാന്നിധ്യം തന്നെ തെക്കൻ കേരള ഇസ്ലാമിക മുസ്ലിം ചരിത്രത്തിൽ കേരള മുസ്ലിം ചരിത്രത്തിനോട് തന്നെ ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു ചരിത്രമാണ് ആ പള്ളിയുടെ സാന്നിധ്യം തന്നെ. സാധാരണ അതിനേക്കാളും അപ്പുറം കായൽ പട്ടണത്തേക്കുമുള്ള അവരുടെ യാത്ര, അവിടെയുള്ള പള്ളി നിർമ്മാണം, അതിൻ്റെ പോലെ തന്നെ കായൽ പട്ടണത്തിൻ്റെ പള്ളിയോട് തന്നെ സാദൃശ്യമുള്ള കുളച്ചലിലെ അവിടെ ഒരു പള്ളിയും പറഞ്ഞുകൊണ്ട് പണ്ഡിതന്മാർ, ചരിത്രകാരന്മാർ ഈ ഒരു കാലഘട്ടത്തോട് തന്നെ ചേർത്ത് വെക്കുന്ന ഒരു നിരീക്ഷണവും കൂടി നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ തെക്കൻ കേരള ഇസ്ലാമിൻ്റെ ചരിത്രത്തിൻ്റെ തുടക്കവും വടക്കൻ കേരളത്തിനെ പോലെ തന്നെ അല്ലെങ്കിൽ അതേ ഒരു ചരിത്ര വായന തന്നെയാണ് ഉള്ളത്. ഈ ഒരു ചർച്ചയിൽ നമ്മൾ ആദ്യം മുന്നോട്ട് വെക്കേണ്ടത് ഇത് തെക്കൻ കേരളത്തെക്കുറിച്ചുള്ള ചർച്ചയാണ്. സ്വാഭാവികമായും അവിടെ തെക്കൻ കേരളം എന്ന് പൊതുവേ കേരളത്തെ വിഭജിക്കുമ്പോൾ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ എന്നീ ജില്ലകളെയാണ് പൊതുവെ പറയുക. ബാക്കിയുള്ളത് മധ്യ കേരളം എന്ന വിഭജനമാണ് പറയുക. അതായത് കോട്ടയം, എറണാകുളം, തൃശ്ശൂർ പോലുള്ളത് മധ്യ കേരളം എന്നുള്ള വിഭജനമായിട്ടാണ് പൊതുവെ ഉള്ളതെങ്കിൽ പോലും നമ്മളുടെ ചർച്ചയിൽ ഈ ഒരു ഇസ്ലാമിൻ്റെ വ്യാപനം അല്ലെങ്കിൽ ചർച്ച തന്നെ അത് മധ്യ കേരളം എന്ന് തന്നെ ചേർത്തുകൊണ്ട് പറയേണ്ടി വരും എന്നുള്ളതുകൊണ്ടാണ്. കാരണം തൃശ്ശൂർ മുതലുള്ള അങ്ങോട്ടുള്ള മലബാർ പഠനങ്ങൾ നമുക്ക് ഒരുപാട് അറിയാം. അവിടുത്തെ ചേരമാൻ പെരുമാളിനെ കുറിച്ചുള്ള ചർച്ചകളും ചേരമാൻ പെരുമാളിന് ശേഷം പിന്നെ എന്ത് സംഭവിച്ചു എന്നുള്ളതും അതിനുശേഷം പൊന്നാനിയിലേക്ക് മലബാർ ഭാഗത്തേക്ക് നീണ്ടുപോകുന്ന ചർച്ചകളുമെല്ലാം നമുക്ക് വിശദമായിട്ടറിയാം. എന്നാൽ ഈ തൃശ്ശൂർ തന്നെ, കൊടുങ്ങല്ലൂർ ഭാഗം തന്നെ മധ്യ കേരളമെന്നോ അല്ലെങ്കിൽ മലബാറിനെ സംബന്ധിച്ചിടത്തോളം അത് തെക്കൻ കേരളവുമായി ചേർത്ത് വായിക്കേണ്ട ഒരു ചരിത്രമാണ് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. സ്വാഭാവികമായും ആ ഒരു ചരിത്ര വായനയും കൂടി ഉണ്ടായാൽ മാത്രമാണ് മാലിക് ബിൻ ദീനാറിൻ്റെയും ഹബീബ് ബിൻ ദീനാറിൻ്റെയും കൂടെയുള്ള യാത്രാ സംഘവും പിന്നീട് അവരുടെ തന്നെ അനുയായികൾ ഈ ഭാഗത്തുണ്ടാക്കിയ പള്ളി നിർമ്മാണവും ഇസ്ലാമിക വ്യാപനവും നമുക്ക് ചേർത്ത് വായിക്കുവാൻ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ ഈ തെക്കൻ കേരള ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ വിവിധ ഘട്ടങ്ങളിലൂടെയാണ് അവിടെ ഇസ്ലാം വ്യാപനം ഉണ്ടാവുന്നത്. വിവിധ ഘട്ടങ്ങളെന്ന് പറയുമ്പോൾ അത് ഇൻ്റർനാഷണൽ മൈഗ്രേഷൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ കഴിയും. ഇൻ്റർനാഷണൽ മൈഗ്രേഷൻ എന്ന് പറയുന്നത് അവിടെ അറബുകളുടെ യാത്ര,
ഹളറമികളുടെ യാത്ര, അറബ്, സൗദി, മക്കൻ, ഹിജാസ് ഭാഗത്തു നിന്നുള്ള യാത്ര, അതുപോലെ തന്നെ ഹളറമികളുടെ യാത്ര എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ മൈഗ്രേഷൻ കേരളത്തിലേക്ക് വരുന്ന നമുക്ക് കാണുവാൻ കഴിയും. അത് മലബാർ മാത്രമല്ല, ആലപ്പുഴ ജില്ലയടക്കം, ആലപ്പുഴയുടെ വടുതല അടക്കമുള്ള ഭാഗങ്ങളിൽ ഒരുപാട് ഹളറമി സയ്യിദുമാരുടെ സാന്നിധ്യം നമുക്ക് കാണുവാൻ കഴിയും. അവരുടെ നിരവധി പള്ളികളും അവരുടെ മക്കാമുകളും നമുക്കിന്ന് ചരിത്രത്തിൽ ഇന്ന് തന്നെ അവിടെ ദൃശ്യമാണ്. അപ്പോൾ ഈ ഹളറമികളുടെ, അതായത് അറബികളുടെ ഒരു യാത്ര, അവിടുത്തെ ആ യാത്രയ്ക്ക് സ്വാഭാവികമായും കച്ചവടവുമായും പ്രബോധനവുമായും തന്നെ പലവിധ ബന്ധങ്ങളുണ്ടെന്ന് നമുക്കറിയാൻ കഴിയും. അതേസമയം തന്നെ തെക്കൻ കേരളത്തിൽ മറ്റൊരു മൈഗ്രേഷൻ എന്ന് പറയുന്നത് ഇൻട്രാ സ്റ്റേറ്റ് മൈഗ്രേഷനാണ്. ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തന്നെ തെക്കൻ കേരളത്തിലേക്കുള്ള യാത്ര, അതും വളരെ അനിവാര്യമായി, വളരെ സൂക്ഷ്മമായി പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഈ തെക്കൻ കേരളത്തിലേക്കുള്ള ഇൻട്രാ സ്റ്റേറ്റ് മൈഗ്രേഷൻ എന്ന് പറയുന്നത് അത് അധികവും സംഭവിക്കുന്നത് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ നിന്നുള്ള യാത്രകളാണ്. അതായത് ഗുജറാത്ത്, മഹാരാഷ്ട്രയിലെ ചില ഭാഗങ്ങൾ, മഹാരാഷ്ട്ര പോലും ഇങ്ങോട്ട് ഗുജറാത്ത്, കർണാടക, ആന്ധ്രാപ്രദേശിന്റെ ഭാഗങ്ങളും തമിഴ്നാട് പോലുള്ള ആ സ്റ്റേറ്റുകളിൽ നിന്നുള്ള തെക്കൻ കേരളത്തിലേക്കുള്ള യാത്രകൾ വളരെ നിർണായകമാണ് തെക്കൻ കേരള മുസ്ലിം ചരിത്രത്തിൽ. ഈ ഒരു വിഷയം പറയുമ്പോൾ ഏതൊക്കെ വിഭാഗങ്ങളാണ് തെക്കൻ കേരളത്തിലേക്ക് ഇൻട്രാ സ്റ്റേറ്റ് മൈഗ്രേഷന്റെ ഭാഗമായി വന്നത് എന്നും കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. നമുക്ക് ഒരുപക്ഷെ കേരളത്തിൽ തന്നെ മുസ്ലിങ്ങളുടെ വിവിധ പേരുകൾ നോക്കുമ്പോൾ എണ്ണാൻ കഴിയുന്ന ചില പേരുകളുണ്ട്. ഒന്ന് സേട്ട് കുടുംബം, കച്ച് മേമൻ ഫാമിലിയിൽ നിന്ന് ഗുജറാത്തിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിയ 12-13 നൂറ്റാണ്ടുകളോടുകൂടി അതിനുശേഷവും കേരളത്തിലേക്ക് എത്തിയ ആ ഫാമിലിയുടെ ഒരു മൈഗ്രേഷൻ നമുക്ക് കാണുവാൻ കഴിയും. ഫാമിലി അല്ല, കച്ച് മേമൻ കച്ചവടക്കാരായ മുസ്ലിങ്ങളുടെ ഒരു ഗ്രൂപ്പുണ്ട്. അതുപോലെ തന്നെ തെക്കൻ കേരളത്തിലെ തിരുവിതാംകൂർ രാജാക്കന്മാർ, പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിലൊക്കെ അടക്കം ആലപ്പുഴ രാജാവ് അല്ലെങ്കിൽ കായംകുളം രാജാവ്, കായംകുളം എന്നൊക്കെ പറയുന്നത് ഒരു കാലഘട്ടത്തിൽ സ്വതന്ത്രമായ പെറ്റി കിങ്ഡംസ് എന്ന് വിളിക്കാൻ പറ്റുന്ന സ്വതന്ത്ര രാജഭരണകൂടങ്ങളായിരുന്നല്ലോ. അപ്പോൾ ഈ കായംകുളം രാജാവ് അടക്കം, അല്ലെങ്കിൽ ആലപ്പുഴ രാജാവ്, കായംകുളം രാജാവ്, പിന്നീട് തിരുവിതാംകൂർ രാജാവ്, പല രവിവർമ്മ അടക്കമുള്ള പല ആൾക്കാർ പല ഘട്ടങ്ങളിൽ ഗുജറാത്തിൽ നിന്ന് കച്ചവട ലക്ഷ്യം വെച്ചുകൊണ്ടും സൈനിക ലക്ഷ്യം വെച്ചുകൊണ്ടും ധാരാളം കച്ച് മേമൻ ഫാമിലിയെയും അതുപോലെ തന്നെ ഖാൻമാരെയും പട്ടാണികളെയും ഇങ്ങോട്ട് ക്ഷണിച്ച ഒരു ചരിത്രം നമുക്ക് കേരളീയ ചരിത്രത്തിൻ്റെ വിവിധ ഗ്രന്ഥങ്ങളിലൂടെ പോകുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ഈ ഗുജറാത്തിൽ നിന്നുള്ള കച്ച് മേമൻ ഫാമിലിയുടെ ഒരു ബന്ധം അത് വളരെ നിർണായകമാണ്. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള, മധുരയിൽ നിന്നുള്ള നിരവധി സൈനിക കച്ചവട മൈഗ്രേഷനും നമുക്ക് പലായനവും കാണുവാൻ കഴിയും. അതിൽ നിന്നാണ് റാവുത്തർമാരുടെ, ലബ്ബമാരുടെ, നഹമാരുടെ, അങ്ങനെ നിരവധി ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നുള്ള മുസ്ലിങ്ങളുടെ മൈഗ്രേഷനും നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ കച്ച് മേമൻ ഫാമിലി, മേത്തർ ഫാമിലി, മേത്തർ, അതുപോലെ ലബ്ബമാർ, നഹമാർ, റാവുത്തർമാർ അടക്കമുള്ള വിവിധ മുസ്ലിം മൈഗ്രേഷൻ, ഇൻട്രാ സ്റ്റേറ്റ് മൈഗ്രേഷനും കൂടി ദക്ഷിണ കേരള മുസ്ലിങ്ങളുടെ ചരിത്രത്തിൽ അവരുടെ വാണിജ്യപരമായ വളർച്ചയിലും അതുപോലെ തന്നെ രാഷ്ട്രീയപരമായ വളർച്ചയിലും അതിൻ്റെ കൂടെ തന്നെ വൈജ്ഞാനികമായ വളർച്ചയിൽ പോലും നിർണായക സാന്നിധ്യം ഈ കുടുംബങ്ങൾ, അല്ലെങ്കിൽ ഈ ഒരു സൈനികർ, കച്ചവടക്കാരും പണ്ഡിതരും അവർ വലിയൊരു നിർണായക സ്ഥാനം അവിടെ ചെലുത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. അതുപോലെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡെക്കൻ ഒറിജിനായ ആൾക്കാരാണ് പ്രധാനമായും വരുന്നത്. അപ്പോൾ ഉറുദു ബാക്ക്ഗ്രൗണ്ട് ഉള്ള, അതിനുശേഷം അതിൻ്റെ കൂടെ തന്നെ അഫ്ഗാനി, തുർക്കി ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാർ പോലും തെക്കൻ ഭാഗത്തേക്ക് വരുന്നുണ്ട്. ഒരു പക്ഷേ നമുക്കൊക്കെ അറിയാവുന്ന താറുമാറ് പോലുള്ള പദപ്രയോഗങ്ങൾ, അത് ടർക്കിഷ് ലാംഗ്വേജിൽ നിന്ന് മലയാളത്തിലേക്ക് കടമെടുത്ത പദമാണ് താറുമാർ പോലുള്ള പദപ്രയോഗങ്ങൾ. അതുപോലെ തന്നെ ഈ വക്കാലത്ത് പല അറബി പദങ്ങളും പേർഷ്യക്കാരായ ആൾക്കാർ അല്ലെങ്കിൽ പഠാണികളൊക്കെ ശക്തമായി അവരുടെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിച്ച പദപ്രയോഗങ്ങളും കൂടിയാണ്. അറബ് പശ്ചാത്തലം എന്നതിന് ഉപരി പട്ടാണി, തുർക്കിഷ്, പേർഷ്യൻ ഇൻഫ്ലുവൻസ് ആണ് ഈ പറയുന്ന പല പദപ്രയോഗങ്ങളും കേരളത്തിൽ തന്നെ സ്വാധീനം ചെലുത്താൻ കാരണം. സ്വാഭാവികമായും അത് സൗത്ത് കേരളയിലും ദക്ഷിണ കേരളയിൽ പോലും നിർണായക സ്വാധീനം ചെലുത്തുന്നതിലേക്ക്, ഭാഷാപരമായ ഒരു വികാസത്തിലേക്ക് അത് നയിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതാണ് ഈ ചർച്ചയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം. അതുപോലെ തന്നെ ഈ തിരുവനന്തപുരം
തിരുവനന്തപുരത്തിൻ്റെ ഒരു ചരിത്രവും സാധാരണ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ആദ്യകാല ഇസ്ലാമിക ചരിത്രവുമായി തന്നെ ബന്ധപ്പെടുത്തി കാണുവാൻ കഴിയും. കാരണം തിരുവിതാംകൂർ ഭരണ പശ്ചാത്തലത്തിൽ തെങ്കാശി തമിഴ്നാട് ബന്ധം, കന്യാകുമാരി ബന്ധം തിരുവനന്തപുരവുമായി കൂടെ ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് തന്നെ കായൽപട്ടണം, തേങ്ങാപ്പട്ടണം, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലുള്ള ആദ്യകാല മുസ്ലിങ്ങളുടെ വളർച്ചയും തിരുവനന്തപുരത്ത് ശക്തമായ സ്വാധീനം ചെലുത്തിയതായി നമുക്ക് കാണുവാൻ കഴിയും. അതേ ബന്ധം തന്നെയാണ് തൊട്ടടുത്ത ജില്ലയായ കൊല്ലത്തിലും. കൊല്ലത്തെക്കുറിച്ച് ഞാൻ നേരത്തെ വിശദീകരിച്ച് പറഞ്ഞിരുന്നു. ജോനകപ്പുറം പള്ളിയുടെ സാന്നിധ്യം തന്നെ, അല്ലെങ്കിൽ കുളച്ചൽ ഭാഗത്തെ സാന്നിധ്യം തന്നെയും ആദ്യകാല ഇസ്ലാമിൻ്റെ ചരിത്രത്തിൻ്റെ പ്രധാന അടയാളങ്ങളാണ്. കൊല്ലത്തെ ഇബ്നു ബത്തൂത്ത അദ്ദേഹത്തിൻ്റെ റിഹിലയിൽ വളരെ കാര്യമായി തന്നെ പരാമർശിക്കുന്നത് കാണുവാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ 14ാം നൂറ്റാണ്ടിൽ അദ്ദേഹത്തിൻ്റെ യാത്ര കൊല്ലത്തെത്തുകയും കൊല്ലത്തെ അവിടുത്തെ നഗര കേന്ദ്രീകൃത മുസ്ലിങ്ങളുടെ വളർച്ചയെ വളരെ കാര്യക്ഷമമായി തന്നെ അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. അവിടെ കാളിമാരുണ്ടാവുന്നതും അവിടുത്തെ വർത്തക പ്രമാണിമാർ, വാണിജ്യ പ്രമുഖരെയൊക്കെ അദ്ദേഹം അതിൽ പരാമർശിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അപ്പം ആ ഒരു തരത്തിൽ കൊല്ലത്ത് മുസ്ലിങ്ങൾ നഗര കേന്ദ്രീകൃത ലോകത്ത് ശക്തമായ സ്വാധീനം ചെലുത്തുന്ന ഒരു ചരിത്രം നമുക്ക് വിവിധ ഗ്രന്ഥങ്ങളിൽ കാണുവാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. അതുപോലെ തന്നെ കൊല്ലം, തിരുവനന്തപുരം, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ ഭാഗത്തെ നിങ്ങൾ നഗരപ്രദേശങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ നഗരപ്രദേശങ്ങളിലെല്ലാം ഏറെക്കുറെ മുസ്ലിങ്ങൾ അതിഭൂരിപക്ഷം വസിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഉദാഹരണം, ആലപ്പുഴയിൽ നിന്ന് അമ്പലപ്പുഴയെ നീർക്കുന്നം ഭാഗത്തെ റോഡ് സൈഡിലുള്ള നഗരപ്രദേശങ്ങൾ, അതിനുശേഷം കായംകുളം, ഓച്ചിറ, കരുനാഗപ്പള്ളി, ക്ലാപ്പന പോലുള്ള, പിന്നീട് കൊല്ലം സെൻറ്ററിൻ്റെ ഭാഗങ്ങൾ, കൊല്ലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെല്ലാം ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ വസിക്കുന്നത് കാണുവാൻ കഴിയും. കാരണം ഇതിനൊരു പ്രധാന കാരണമായി പണ്ഡിതന്മാർ പറയുന്നത്, മുസ്ലിങ്ങൾ ഈ തെക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് വളരെ പ്രത്യേകമായി തന്നെ ഒരു സാമ്പത്തിക കച്ചവട മേഖലയിൽ കൂടുതൽ പ്രാധാന്യം നൽകിയെന്നുള്ളതാണ്. അതിൽ ഒരു ചരിത്രകാരൻ പറയുന്നത്, ആദ്യ കാലഘട്ടങ്ങളിൽ ദഅവത്തിന്റെ രീതികൾ മുമ്പ് നടന്നെങ്കിൽ പോലും താഴേക്കിടെയുള്ള ആൾക്കാരിൽ നിന്നും കുറുപ്പന്മാരിൽ നിന്നും അല്ല ഒരുപാട് ആൾക്കാർ ഇസ്ലാം സ്വീകരിച്ചെങ്കിൽ പോലും അധിക സൈനിക സാന്നിധ്യമാണ് ഇവിടുത്തെ ഒരു ഇസ്ലാമിക വ്യാപനത്തിന് കാരണമായി എന്നത് ചില ആൾക്കാർ വിശദീകരിക്കുന്നത് കാണുവാൻ കഴിയും. അപ്പോൾ ആദ്യകാലത്ത് ഇവിടെ എത്തിയ പല പട്ടാണി, തുർക്കി അല്ലെങ്കിൽ പേർഷ്യൻ പുറത്തു നിന്നുള്ള ഈ സൈനിക ഭടന്മാരെല്ലാം ഒരു കാലത്ത് യുദ്ധം അവസാനിക്കുകയും അവരുടെ ജോലികൾ നഷ്ടപ്പെടുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ഇവർ അവിടെ വിവിധ മേഖലകളിലേക്ക് ദൈനംദിന കാര്യങ്ങൾ നിലനിർത്തുവാൻ വേണ്ടി വിവിധ മേഖലകളിലേക്ക് മാറുകയും കച്ചവടം ഏറ്റെടുക്കുകയും ആ കച്ചവടം നഗര കേന്ദ്രീകൃതമായി അവരെ സെറ്റിൽ ചെയ്യുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലം ചരിത്രകാരന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇതുകൊണ്ടാവാം തെക്കൻ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും, അത് തൃശ്ശൂർ മുതൽ തുടങ്ങി തിരുവനന്തപുരം വരെ അടക്കുന്ന എല്ലാ ജില്ലകളിലും അത് നഗര കേന്ദ്രീകൃതമായ ഒരു ലൈഫ് മുസ്ലിങ്ങൾക്കുണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അത് മാത്രമല്ല, ഇപ്പോൾ തെക്കൻ കേരളത്തിലേക്ക് എത്തിയ ലബ്ബമാരാവട്ടെ, നെഹമാരാവട്ടെ, റാവുത്തർ, അതുപോലെ തന്നെ കച്ച് മേമൻ ഫാമിലിയിലെ സേട്ട് കുടുംബങ്ങളാവട്ടെ, ഇവരെ അധികവും താമസിച്ചത് ഈ നഗരപ്രദേശങ്ങളിലും കൂടിയായിരുന്നു. അവരവിടെ ഭൂസ്വത്തുകൾ വാങ്ങുകയും ചില ആൾക്കാർ പണ്ഡികശാലകൾ പണിയുകയും മറ്റു ചിലർ മദ്രസകളും സ്കൂളുകളും പ്രത്യേകിച്ച് പള്ളികൾ പണിയുകയും അതവിടെ വൈജ്ഞാനിക വ്യവഹാരത്തിലേക്ക് നയിക്കുകയും അതുപോലെ തന്നെ മറ്റുവിധ കച്ചവടങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്ത ചരിത്രം നമുക്ക് കാണാം. അതിൻ്റെ കൂടെ തന്നെ സുഗന്ധവിജ്ഞനങ്ങളും കശുവണ്ടിയും ഇതുപോലുള്ള അങ്ങനെയുള്ള ഫലങ്ങൾ കച്ചവടം നടത്തുന്ന, തടിക്കച്ചവടം നടത്തുന്ന ഒരു ചരിത്രവും നമുക്ക് മുസ്ലിങ്ങളുടെ ചരിത്രത്തിൽ കാണുവാൻ കഴിയും. അതിൻ്റെ കൂടെ തന്നെ തീരപ്രദേശങ്ങളിൽ മുക്കുവന്മാരായും മത്സ്യ കച്ചവടം നടത്തുന്ന ഒരു മത്സ്യകൃഷി ഏറ്റെടുക്കുന്ന ഒരു ഭാഗമായും നമുക്ക് തെക്കൻ കേരള മുസ്ലിങ്ങളുടെ ചരിത്രത്തിൽ കാണുവാൻ കഴിയും. അങ്ങനെ സാമ്പത്തിക മേഖലകളിലേക്ക് പ്രത്യേകം മാറുവാൻ സൈനികമായി ജോലി നഷ്ടപ്പെട്ടത് ഒരു കാരണമെന്ന നിലയിൽ ദക്ഷിണ കേരള ചരിത്ര, തിരുവിതാംകൂർ ചരിത്രത്തിൻ്റെയൊക്കെ ചരിത്രം വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. ഇതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഈ വിഷയത്തിലെ പ്രധാനപ്പെട്ട പ്രത്യേകത. അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ ഈ തെക്കൻ കേരള മുസ്ലിങ്ങളുടെ ചരിത്രത്തിൽ എടുത്തു പറയേണ്ട ഒരു വിഷയം,
മുസ്ലിങ്ങൾ ഏതൊക്കെ ഭാഗത്ത് കച്ചവടം ഉണ്ടായിരുന്നു അവിടെയൊക്കെ ഒരു സാമ്പത്തികമായ അപ്രമാദിത്യം അവർ നിലനിർത്തിയിരുന്നു എന്ന് കാണാം. അതിൽ PS സയ്യിദ് മുഹമ്മദ് അദ്ദേഹത്തിൻ്റെ കേരള മുസ്ലിം ചരിത്രം എന്ന രചനയിൽ ഇതിൻ്റെ ചില സുപ്രധാന ചരിത്ര സംഭവങ്ങൾ അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. തെക്കൻ കേരള ഭാഗങ്ങളിൽ അദ്ദേഹം പറയുന്നത് യഹൂദന്മാരുമായി പോലും മുസ്ലിങ്ങൾ ഒരു വഴക്കിന് കാരണമാവുന്ന പശ്ചാത്തലം പോലും ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു. അതായത് കൊടുങ്ങല്ലൂർ മുതൽ കൊല്ലം വരെയുള്ള ഭാഗങ്ങളിൽ വാണിജ്യ മേഖലകളിൽ നല്ല അഭിവൃദ്ധി ഉണ്ടാവുന്ന പശ്ചാത്തലത്തിൽ ഇതിൽ അസൂയ പൂണ്ട ചില യഹൂദർ കൊല്ലത്ത് ചില ഭാഗങ്ങളിൽ അവരുടെ കച്ചവട സാമഗ്രികൾ നശിപ്പിക്കാനുള്ള ശ്രമം നടത്തുകയും അതിന് എതിരെ കൊല്ലത്ത് അറബികളുടെ തന്നെ നേതൃത്വത്തിൽ മുസ്ലിങ്ങൾ യഹൂദർക്കെതിരെ സൈനിക നടപടിക്ക് ഒരു കൗണ്ടർ അറ്റാക്കിന് തയ്യാറായി എന്നുള്ള ഒരു പരാമർശം അദ്ദേഹം PS സയ്യിദ് മുഹമ്മദ് അദ്ദേഹത്തിൻ്റെ കേരള മുസ്ലിം ചരിത്രത്തിൽ പരാമർശിക്കുന്നുണ്ട്. ഇത് ഒരു ചരിത്രമാണെങ്കിൽ കേരളത്തിലെ യഹൂദർക്കും അതുപോലെ തന്നെ സാമ്പത്തികമായ ഒരു അഭിവൃദ്ധിയുടെ ഒരു പശ്ചാത്തലം വിശദീകരിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മുസ്ലിങ്ങളുടെ സാമ്പത്തിക അഭിവൃദ്ധിയുടെ പശ്ചാത്തലവും വിശദീകരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഈ ഒരു സംഘർഷം പോലും രൂപപ്പെടുന്നത്. ഈ ഒരു സംഘർഷത്തിൻ്റെ ചരിത്രം ഉള്ള പശ്ചാത്തലത്തിൽ തന്നെ യഹൂദരോട് വളരെ പോസിറ്റീവായ ഒരു ചരിത്രം പോലും നമുക്ക് കേരള മുസ്ലിങ്ങളുടെ ചരിത്രത്തിൽ കാണുവാൻ കഴിയും. കൊച്ചിയുടെ ഭാഗത്ത് അവിടെ പള്ളി നിർമ്മാണ ചർച്ച നടക്കുന്ന പശ്ചാത്തലത്തിൽ അവിടെ ചെമ്പിട്ടപ്പള്ളി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു പള്ളിയുണ്ട്. ബുഖാരി കബീലയിലെ പ്രധാനപ്പെട്ട ഒരു പണ്ഡിതനായിരുന്ന സയ്യിദ് മുഹമ്മദ് ദൗല അൽ ബുഖാരി അദ്ദേഹം സ്ഥാപിച്ച ഒരു പള്ളിയുണ്ടാണ് ചെമ്പിട്ടപ്പള്ളി. ആ പള്ളിയെ കുറിച്ചുള്ള ചരിത്രം പറയുന്നത് ആ പള്ളിക്കുള്ള ഭൂമി നൽകിയത് യഹൂദനായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഭാഗത്ത് കൊടുങ്ങല്ലൂർ പോലുള്ള ഭാഗങ്ങളിൽ അല്ലെങ്കിൽ കൊല്ലം പോലുള്ള ഭാഗങ്ങളിൽ മുസ്ലിങ്ങളുമായും ഒരു സംഘർഷത്തിന് തയ്യാറാവുന്ന ഒരു ചരിത്രമുണ്ട് യഹൂദർക്ക്. അതുപോലെ തന്നെ കൊച്ചി ഭാഗങ്ങളിൽ മുസ്ലിങ്ങളോട് സഹവർത്തിത്വത്തിൻ്റെ ചരിത്രവും കാണുവാൻ കഴിയും. അപ്പോൾ തെക്കൻ കേരള മുസ്ലിങ്ങളുടെ ചരിത്രത്തിലെ പ്രധാനമായും ഇനി കൂടുതൽ പഠിക്കേണ്ട ഒരു വിഷയമാണ് തെക്കൻ കേരള മുസ്ലിങ്ങളും അതുപോലെ തന്നെ മറ്റു മതസ്ഥരും, പ്രത്യേകിച്ച് അഹ്ലു കിതാബിൻ്റെ ആൾക്കാരെന്ന നിലയിൽ ക്രിസ്ത്യാനികളുമായും യഹൂദരുമായും മുസ്ലിങ്ങൾ നടത്തിയ കൊള്ളക്കൊടുക്കുകളെക്കുറിച്ചുള്ള വിശദമായ ഒരു സ്റ്റഡി ഉണ്ടാവേണ്ടത് അനിവാര്യമാണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. ഇതിൻ്റെ കൂടെ തന്നെ ക്രിസ്ത്യൻസുമായും വളരെ സഹവർത്തിത്വത്തിൻ്റെ ഒരു ചരിത്രവും നമുക്ക് കേരള മുസ്ലിങ്ങളുടെ ചരിത്രത്തിൽ കാണുവാൻ കഴിയും. അത് 848 9-ാം നൂറ്റാണ്ടിൽ തന്നെയാണ് യഹൂദരുമായിട്ടുള്ള ഈ സംഘർഷം ഉണ്ടാവുന്നത് എന്ന് PS സയ്യിദ് മുഹമ്മദ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതേ 9-ാം നൂറ്റാണ്ടിൽ 848 കൊല്ലത്തെ ഒരു ചരിത്രം വിശദീകരിക്കുന്ന ഭാഗത്ത് തരിസാപ്പള്ളി ശാസനത്തിൻ്റെ കുറിച്ചിട്ടുള്ള ചെമ്പേടുകളെ കുറിച്ചുള്ള ഒരു ചരിത്രം നമുക്ക് കാണുവാൻ കഴിയും. ആ ഒരു ഏടുകളിൽ 3 തരത്തിലുള്ള ഭാഷകൾ ഉപയോഗിക്കുന്നതായി നമുക്ക് കാണാം. ഒന്ന് അറബി ലിപി, കൂഫി ലിപി ഉപയോഗിക്കുന്ന ഒരു രീതി. രണ്ടാമത്തത് ഹീബ്രു, മൂന്നാമത് പേർഷ്യൻ. ഹീബ്രു യഹൂദരായ ആൾക്കാരുടെ സാന്നിധ്യത്തിലുള്ള ഒരു ഭരണകൂടത്തിൻ്റെ ഇടപെടലാണ് ഈ പറയുന്ന തരിസാപ്പള്ളി ശാസന ഇടപെടൽ എന്ന് പറയുന്നത്. അതായത് അന്ന് അവിടെ ഉണ്ടായിരുന്ന രാജാവ് രവിവർമ്മ യുടെ നേതൃത്വത്തിൽ അവിടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യനായ ഒരാൾക്ക് ഭൂമി നൽകുന്ന യശോദായ പിരായ് എന്നറിയപ്പെടുന്ന ഒരു പേർഷ്യൻ ക്രിസ്ത്യാനിക്ക് ഭൂമി കൊടുക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ് ഈ പറയുന്ന തരിശാപ്പള്ളി ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. അതിൽ ആ ഡോക്യുമെൻറ്റിൽ 11 മുസ്ലിങ്ങളുടെ അറബി പേരുകൾ ആ അറബി കൂഫി ലിപിയിൽ രേഖപ്പെടുത്തിയതായി കാണുവാൻ കഴിയും. അപ്പോൾ അതായത് ഒരു ക്രിസ്ത്യാനിയായ പേർഷ്യക്കാരനായ ഒരു ക്രിസ്ത്യാനിക്ക് ഭൂമി നൽകുന്നതിൽ 11 മുസ്ലിങ്ങളുടെ രേഖ ഏർപ്പെടുത്തണമെങ്കിൽ കൊല്ലം ജില്ലയിൽ പ്രത്യേകിച്ച് അവിടെ മുസ്ലിങ്ങളുടെ ഒരു സാമൂഹിക രാഷ്ട്രീയ പ്രാധാന്യവും അതിൻ്റെ കൂടെ തന്നെ മറ്റൊരു പരോക്ഷമായി ക്രിസ്ത്യൻ മുസ്ലിം ബന്ധത്തിൻ്റെ ഒരു ആഴവും കൂടി വ്യക്തമാക്കുന്ന ഒരു സംഭവമാണ് 848 നടന്ന തരിസാപ്പള്ളി ശാസനത്തെക്കുറിച്ചുള്ള ഏട്. അതും കൂടി വ്യക്തമാക്കുമ്പോഴാണ് ഒരു കാലഘട്ടത്തിൽ തെക്കൻ കേരളത്തിൽ തന്നെ മുസ്ലിങ്ങൾ ഇതര മതസ്ഥരുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ആഴം മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതൊരു വിഷയമാണ്. മറ്റൊരു വിഷയം ഹിന്ദു സമൂഹവുമായി ബന്ധപ്പെട്ട തെക്കൻ കേരള മുസ്ലിങ്ങളുടെ ഇടപാടുകളാണ്. ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് തെക്കൻ കേരളത്തിൽ വിവിധ രാജകുടുംബങ്ങൾ ഭരിച്ച കാലമാണ്.
നമുക്കറിയാം കോട്ടയം മറ്റൊരു സ്വരൂപം പോലെ, അതുപോലെ തന്നെ മധ്യ തിരുവിതാംകൂർ മറ്റൊരു ഭരണമാണ്, കായംകുളം തന്നെ സ്വതന്ത്രമായ ഭരണകൂടമാണ്. കായംകുളം മുതൽ കൊല്ലം വരെ മാർത്താണ്ഡവർമ്മ തന്നെ ഒരു കാലത്ത് മുഴുവൻ ഭരിച്ച ഒരു കാലമാണ്. അങ്ങനെ വിവിധ ഭരണകൂടങ്ങളുടെ കീഴിൽ മുസ്ലിങ്ങൾ, ഈ ഭരണകൂടങ്ങൾ തന്നെ എതിർ ഭരണകൂടത്തെ എതിർക്കുവാൻ വേണ്ടി മുസ്ലിങ്ങൾ ധീരരായ സൈനികർ എന്നുള്ള പദവി മുസ്ലിങ്ങൾക്കുള്ളത് കൊണ്ട് പട്ടാളികളെ വിളിച്ചു വരുത്തിയ ഒരു ചരിത്രം നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ഈ ഒരു ബന്ധം, ഹിന്ദു രാജാക്കന്മാരുമായിട്ടുള്ള മുസ്ലിങ്ങളുടെ ബന്ധം തെക്കൻ കേരളത്തിൽ കൂടുതൽ സുദൃഢമായിരുന്നു എന്നാണ് കാണുവാൻ കഴിയുന്നത്. കാരണം അവർ തന്നെ ഇവിടെ മുസ്ലിങ്ങൾക്ക് ഭൂമി ഒരുക്കി കൊടുക്കുകയും അവരവിടെ പള്ളി പണിയുവാനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയും കാണുവാൻ കഴിയും. പാളയം പള്ളി പോലും മുസ്ലിങ്ങൾക്ക് അവിടെ ആരാധിക്കുവാനും ഉണ്ടാക്കി ഹിന്ദു രാജാവ് കൊടുത്ത പള്ളിയാണ്. കരുനാഗപ്പള്ളി പള്ളിയും അതുപോലെ തന്നെ ഹിന്ദു രാജാവ് കൊടുത്ത പള്ളിയാണ്. കരുനാഗപ്പള്ളിയെ കുറിച്ചിട്ട്, കരുനാഗപ്പള്ളിയിലെ പ്രധാനപ്പെട്ട പള്ളി ഷേഖ് അലി ഹസൻ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട സൂഫി വര്യൻ്റെ മക്ബറ, അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങളുടെയും മക്ബറയുള്ള പള്ളിയാണ് കരുനാഗപ്പള്ളിയിലെ പള്ളി. ആ പള്ളിയെ കുറിച്ച് മറ്റൊരു ചരിത്രവുമുണ്ട്. കരുനാഗപ്പള്ളി എന്ന് പറയുന്ന ആ പേര് വരുവാനും ഒരു മുസ്ലിം പശ്ചാത്തലമുണ്ട് എന്ന് പറയുന്ന ഒരു വായനയുണ്ട്. മറ്റൊരു വായന അത് ബുദ്ധവിഹാരങ്ങൾ ഉണ്ടായിരുന്ന ഭാഗമായിരുന്നെന്നും ബുദ്ധന്മാർ അവരെ ആരാധനാലയത്തിന് പള്ളി എന്ന് വിളിച്ചത് കൊണ്ട് അവിടെ ആ നാടിന് കരുനാഗപ്പള്ളി എന്നുള്ള പേര് വന്നതാണെന്നും മറ്റൊരു ചരിത്ര വായനയുണ്ട്. എന്നാലും മുസ്ലിങ്ങൾ, പ്രത്യേകിച്ച് കരുനാഗപ്പള്ളിയിലെ ആ പള്ളിയുടെ കുറിച്ചിട്ടുള്ള രേഖകളിൽ കാണുവാൻ കഴിയുന്നത് ഷെയ്ഖ് അലി ഹസൻ അവിടെ വരികയും അവിടെ ആരാധിക്കാൻ ഒരു പള്ളി ചോദിക്കുമ്പോൾ അവിടുത്തെ രാജാവ് കളിയാക്കുക എന്നുള്ള അർത്ഥത്തിൽ ആ കരുനാഗങ്ങളുള്ള ഒരു പ്രദേശത്ത് ചൂണ്ടിക്കാട്ടുകയും അവിടെ പോയി നിങ്ങൾ പള്ളി ഉണ്ടാക്കുകയും ചെയ്യുക എന്ന് പറയുന്നുണ്ട്. ഇദ്ദേഹം അവിടെ ചെന്ന് എല്ലാ സർപ്പങ്ങളെയും കൂടയിലാക്കി രാജാവിൻ്റെ ദർബാറിലേക്ക് തുറന്നു വിടുകയും അത് ഭയന്ന് രാജാവ് ഇദ്ദേഹത്തോട് അപേക്ഷിക്കുകയും പാമ്പുകളെ പിടിച്ച്, സർപ്പങ്ങളെ പിടിച്ച് തിരിച്ചു വിടുകയും ചെയ്യുമ്പോൾ ആ സ്ഥലം ഇദ്ദേഹത്തിന് കൊടുക്കുകയും അങ്ങനെ അവിടെ പള്ളി പണിയുന്നു എന്നാണ് മുസ്ലിങ്ങൾ, പ്രത്യേകിച്ച് കരുനാഗപ്പള്ളി ഏരിയയിൽ കൂടുതൽ വിശദീകരിക്കുന്ന ഒരു കഥ. അപ്പോൾ ഇത് ഒരു പ്രതിഷേധത്തിൻ്റെ, ഒരു ഒബ്ജക്ഷൻ്റെ കഥയാണെങ്കിൽ, എന്നാൽ മറ്റു പല ചരിത്രങ്ങളും, തെക്കൻ കേരളത്തിലെ മറ്റു പല ചരിത്രങ്ങളും മുസ്ലിങ്ങൾക്ക് അവിടുത്തെ ഹിന്ദു രാജാക്കന്മാർ നൽകിയ ഭൂമികളിൽ പണിഞ്ഞ പള്ളികളാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ചരിത്രം, അതായത് ഹിന്ദു ഭരണകൂടങ്ങളുമായിട്ടുള്ള മുസ്ലിങ്ങളുടെ ചരിത്രവും കൂടി തെക്കൻ കേരളത്തിൽ പ്രത്യേകം ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടതുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് കായംകുളത്തെ തന്നെ കുറുങ്ങാട് ജുമാ മസ്ജിദ് എന്ന് വിളിക്കപ്പെടുന്ന ഷഹീദാർ മസ്ജിദ്. നമ്മൾ ഷഹീദ് എന്ന് കേൾക്കുമ്പോൾ മലബാർ കേന്ദ്രീകരിച്ചിട്ടുള്ള പഠനങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുക. എന്നാൽ തെക്കൻ കേരളത്തിൽ പോലും ഈ ഷഹീദുകളെ കുറിച്ചിട്ടുള്ള ഒരുപാട് പഠനങ്ങൾ ആവശ്യമാണ്. ഷഹീദുകൾ, ശുഹദാക്കളുള്ള നിരവധി പള്ളികൾ പോലും ആലപ്പുഴ മുതൽ തിരുവനന്തപുരമുള്ള പല ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. അതിലൊന്നാണ് കായംകുളത്തെ തന്നെ ഷഹീദാർ മസ്ജിദ് അല്ലെങ്കിൽ കുറുങ്ങാട് ജുമാ മസ്ജിദ് എന്ന് വിളിക്കപ്പെടുന്ന പള്ളി. അവിടെ ഉണ്ടായിരുന്ന ഷഹീദാർ ഉപ്പുപ്പ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹം അവിടുത്തെ ഹിന്ദു രാജാവിനോട് ചുങ്കം കൊടുക്കുന്നതിൽ നിന്ന് നിഷേധിക്കുകയും അത് പിണങ്ങുകയും അങ്ങനെ ആ രാജാവ് ഷഹീദാർ ഉപ്പുപ്പയെ വധിക്കുകയും പിന്നീട് അതിൽ മനംനൊന്ത് ആ ഭൂമി നൽകുകയും അവിടെ ആ പള്ളി പണിയുകയും ചെയ്യുന്ന ഒരു കഥയാണ് ഷഹീദാർ പള്ളിയുടെ ചരിത്രം നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇതേ നാടൻ ഭരണാധികാരികളുമായിട്ട് എതിർന്ന് നിൽക്കുന്ന മറ്റൊരു ചരിത്രവും ആലപ്പുഴയിലും ഇതുപോലെ ഷഹീദിനെ കുറിച്ചുള്ള ഒരു ചരിത്രം നമുക്ക് കാണുവാൻ കഴിയും. ഇതുപോലെ ഉള്ളിലുള്ള, പ്രത്യേകിച്ച് മലബാർ ഭാഗങ്ങളിൽ അവിടെ പോർച്ചുഗീസ്, ഡച്ച്, ബ്രിട്ടീഷ് ഭരണകൂടങ്ങളുമായിട്ടുള്ള പോരാട്ടങ്ങളുടെ കഥയാണെങ്കിൽ തെക്കൻ കേരളങ്ങളിൽ അവിടെയുള്ള ഹിന്ദു ഭരണാധികാരികളോടുള്ള എതിർപ്പിൻ്റെ കഥകളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആ കഥകളിലൂടെയാണ് പല മുസ്ലിം കേന്ദ്രങ്ങൾ പോലും രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. അതിലൊന്നാണ് ഏറ്റവും ഫേമസ് ആയ ഭീമാപള്ളിയുടെ ചരിത്രം. 1520കളിലാണ് ഭീമാ ഉമ്മയും അദ്ദേഹത്തിൻ്റെ മകൻ ഷെയ്ഖ് മാഹീൻ അബൂബക്കറും സംഘവും ഭീമാ ഭാഗത്തേക്ക്, മാഹി അടക്കമുള്ള പ്രദേശങ്ങളിൽ കറങ്ങി അവസാനം ഭീമാ ഇന്നത്തുള്ള തിരുവനന്തപുരം ഭാഗത്തേക്ക് എത്തുന്നത്. അവിടെ എത്തുകയും അവസാനം അവിടെ ഒരു ഇതേ ചുങ്കത്തിൻ്റെ വിഷയം പറഞ്ഞുകൊണ്ട് തന്നെ ഒരു ഇടയുകയും ആ ഒരു സമയത്താണ് മാഹീൻ അബൂബക്കർ അദ്ദേഹം ഹജ്ജിന് വേണ്ടി മക്കയിലേക്ക് പോവുകയും ചെയ്യുന്നത്. എന്നാൽ അവിടെയുള്ള നാടുവാഴികൾ ഭീമാ ഉമ്മയെ വന്ന് കാണുകയും ചുങ്കം ചോദിക്കുകയും
മകൻ വരാൻ കാത്തിരിക്കൂ എന്ന് പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ മകൻ തിരിച്ചു വരുമ്പോൾ ഈ ചുങ്കം കൊടുക്കാൻ പറയുകയും ചുങ്കം കൊടുക്കുന്നതിൽ അള്ളാഹുവിൻ്റെ ഭൂമിയിൽ ചുങ്കം കൊടുക്കുകയില്ല എന്നുള്ളൊരു ആശയം അവിടെ ഉണ്ട്. അദ്ദേഹം അത് പറയുന്നതായി ചരിത്രത്തിൽ കാണുവാൻ കഴിയുന്നില്ല. എന്നാലും അതിൻ്റെ പേരിൽ അവർക്കിടയിൽ ഷേഖ് മാഹീൻ അബൂബക്കറും സംഘവും നാടുവാഴികളും സൈന്യം തമ്മിലുള്ള ആ യുദ്ധത്തിൽ അവസാനം ഇവർ കൊല ചെയ്യപ്പെടുകയും അദ്ദേഹത്തിൻ്റെ മയ്യത്ത് അവിടെ അടക്കുകയും ആ വിഷമത്തിൽ ഭീമാമ്മയും കുറച്ച് മാസങ്ങൾക്ക് ശേഷം മരണമടയുന്ന ചരിത്രമാണ് 1520കളുടെ പശ്ചാത്തലത്തിലാണ്. ഇതേ പശ്ചാത്തലമാണ് നമ്മൾ വടക്കൻ കേരളത്തിൽ ഒരു മധ്യ തിരുവിതാംകൂർ അങ്ങോട്ട് മുതൽ പോർച്ചുഗീസിൻ്റെ ചരിത്രം അതേ പശ്ചാത്തലത്തിലാണെങ്കിൽ അതേ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഭീമാപ്പള്ളിയുടെ രൂപീകരണത്തിലേക്ക് നടക്കുന്ന സംഭവങ്ങളും ഉണ്ടാവുന്നത്. അപ്പോൾ തെക്കൻ കേരള മുസ്ലിങ്ങൾ അവിടുത്തെ നാടുവാഴികളുമായിട്ടുള്ള സംഘർഷവും ഒബ്ജക്ഷൻ്റെയും ചരിത്രമാണ് കൂടുതൽ കാണുവാൻ കഴിയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പോരാട്ടം എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ചരിത്രമാണ് 1812 കാലഘട്ടങ്ങളിലുണ്ടായ കർബല സംഭവം എന്ന് പറയുന്ന സംഭവം. അതായത് ബ്രിട്ടീഷുകാർ 1785 ശേഷം തിരുവിതാംകൂർ അടക്കമുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ബ്രിട്ടീഷുകാർ ഏറ്റെടുക്കുകയും അത് അവരുടെ ഏകദേശം എല്ലാ പ്രദേശങ്ങളും അവരുടെ കയ്യിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ബ്രിട്ടീഷുകാരും ഇന്ത്യയിലെ പ്രത്യേകിച്ച് തിരുവിതാംകൂറിലെ ഭരണാധികാരികൾ ചെയ്തതുപോലെ തന്നെ മുസ്ലിം റെജിമെൻറ്റുകളെ കൊണ്ടുവന്നിരുന്നു. ഈ മുസ്ലിം റെജിമെൻറ്റ് താമസിച്ചിരുന്നത് കൊല്ലത്തെ നഗരപ്രദേശത്തിലെ ഒരു പ്രധാനപ്പെട്ട ഗ്രൗണ്ടിലായിരുന്നു. ആ ഗ്രൗണ്ടിൽ ആ സൈന്യത്തിൽ ഉണ്ടായിരുന്ന ബഹുഭൂരിപക്ഷം ഷിയ മുസ്ലിങ്ങളായിരുന്നു. സ്വാഭാവികമായും അവരുടെ ഒരു ഇമാം, അവരുടെ ഒരു മിലിറ്ററി ജനറൽ ഹുസൈൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ആ ഒരു പശ്ചാത്തലത്തിലാണ് മുഹറം മാസം ദിനാചരണം സംഭവിക്കുന്നത്. ഇവർ മുഹറം ആചരിക്കാൻ തയ്യാറെടുക്കുകയും എന്നാൽ ബ്രിട്ടീഷ് ഭരണകൂടം ഈ തരത്തിലുള്ള മതാചാര ആഘോഷങ്ങൾ അനുവദിക്കുകയും ചെയ്തില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ ഇദ്ദേഹം ഷെയ്ഖ് ഹുസൈൻ്റെ നേതൃത്വത്തിൽ ബാക്കിയുള്ള എല്ലാ പടയാളികളും യുദ്ധത്തിന് തയ്യാറാവുകയും എന്നാൽ ആദ്യം അവരോട് സഖ്യം ചേർന്ന ഒരു ബ്രാഹ്മൺ പിന്നീട് അത് ഒറ്റിക്കൊടുക്കുകയും അതിൻ്റെ പേരിൽ ഇവരെ വധിക്കുകയും ചെയ്യുന്നൊരു സംഭവം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ സംഭവം നടന്നത് ഈ മൈതാനത്തിലായതുകൊണ്ട് ആ മൈതാനത്തെ കർബല മൈതാനം എന്നാണ് ഇന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇതും തെക്കൻ കേരള മുസ്ലിങ്ങളുടെ പോരാട്ടത്തിന് ചരിത്രമായിട്ടോ അല്ലെങ്കിൽ ഒരു മുസ്ലിം ചിഹ്ന സംരക്ഷണം എന്ന രീതിയിലൊക്കെയും വായിക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം കൂടിയാണ് 1880കളുടെ ആദ്യഘട്ടത്തിൽ നടന്ന ഈ ഒരു സംഭവം. അതുപോലെ തന്നെ പിന്നീട് തെക്കൻ കേരളത്തിൻ്റെ ഒരു ആധുനിക ചരിത്രത്തിലേക്ക് വരുമ്പോൾ കായംകുളത്ത് ഇന്ന് ഒരുപക്ഷെ കായംകുളത്ത് ജീവിക്കുന്ന കായംകുളത്തെ ഒരേ ഒരു സ്വാതന്ത്ര്യ സമര സേനാനി എന്ന് പറയാൻ പറ്റുന്ന ബേക്കർ സാഹിബ്, അദ്ദേഹം ഇന്നും ജീവിക്കുന്നുണ്ട്. അദ്ദേഹം ഇപ്പോൾ 100 വയസ്സ് തികഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരിക്കൽ അദ്ദേഹത്തിൻ്റെമായിട്ടുള്ള ഒരു മീറ്റിങ്ങിൽ അദ്ദേഹം പറഞ്ഞത് കായംകുളത്ത് പോലും അദ്ദേഹം കേട്ടിട്ടുണ്ട് അത്രേ, കായംകുളത്ത് പോലും ഖിലാഫത്ത് സമരം നടന്നിട്ടുണ്ടെന്ന്. അതായത് ഖിലാഫത്ത് സമര പശ്ചാത്തലത്തിൽ കായംകുളത്തും ഒരു പ്രകടനം നടന്നതായി അദ്ദേഹം മുതിർന്നവരിൽ നിന്ന് കേട്ടു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ദക്ഷിണ കേരള മുസ്ലിങ്ങളുടെ ചരിത്രത്തിൽ അത് ചരിത്ര ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ ഖിലാഫത്ത് സമര പശ്ചാത്തലത്തിൽ പോലും തെക്കൻ കേരളത്തിൽ പോലും ആ ഒരു തരത്തിലുള്ള ഒരു പ്രകടനം ഉണ്ടാവണമെങ്കിൽ ആ ഭാഗത്തെ മുസ്ലിങ്ങൾക്ക് അവരുടെ ഖിലാഫത്തുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലുള്ള ഒരു അവബോധം, അതുപോലെ തന്നെ ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള അവബോധം, മലബാർ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയ ഐക്യദാർഢ്യം എന്നതും കൂടി ഈ വിഷയങ്ങളെല്ലാം ആ സംഭവത്തോടു കൂടി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുമെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. അതുപോലെ തന്നെ മറ്റു ചില പോയിന്റുകളും കൂടി ഈ വിഷയത്തിൽ ചേർത്ത് പറയേണ്ടതുണ്ട്. അത് ഈ ജോവനകന്മാർ എന്നാണ് തെക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ ഒരു കാലഘട്ടത്തിൽ വിശേഷിപ്പിച്ചിരുന്നത്. അതിന് ചില ചരിത്രകാരന്മാർ വിശദീകരിക്കുന്നത് അത് യവനൻ എന്നുള്ള പദത്തിന്, ഗ്രീക്കുകാരെ യവനൻ എന്ന് വിളിക്കാറുണ്ടല്ലോ, അപ്പോൾ ഈ യവനൻ എന്നുള്ള പദത്തിന് ദ്രാവിഡ ഭാഷയിൽ ഉപയോഗിച്ചതാണ്. അത് പിൽക്കാലത്ത് ജോനകൻ എന്നുള്ള പദത്തിലേക്ക് വന്നതാണ് എന്ന് പറയുന്ന ഒരു വായന നമുക്ക് കാണുവാൻ കഴിയും. കാരണം ജോനകപ്പുറം പള്ളി എന്നത് തന്നെ മാലിക് ദിനാറിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ പള്ളിയും കൂടാണ്. അപ്പോൾ അത് ഇതുമായി വളരെ ഈ ഒരു ചർച്ചയ്ക്ക് വളരെ ബന്ധമുള്ളതായി നമുക്ക് കാണാം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചർച്ച
തെക്കൻ കേരളത്തിൽ മാപ്പിളമാർ എന്നത് മുസ്ലിങ്ങൾ മാത്രമല്ല ക്രിസ്ത്യാനികളുമുണ്ട്. ഈ പദത്തിൻ്റെ രൂപീകരണത്തെക്കുറിച്ച് ലൂയിസ് മൂർ അദ്ദേഹം വിശദീകരിക്കുന്നത് പ്രധാനമായും തെക്കൻ കേരള മുസ്ലിങ്ങളെ മാപ്പിളമാരെന്ന് വിളിക്കാൻ അദ്ദേഹം മുസ്ലിങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. തെക്കൻ കേരള മുസ്ലിങ്ങളെ മാപ്പിളമാരെന്ന് വിളിക്കാൻ കാരണം ആലപ്പുഴ അടക്കമുള്ള ഈ തീരപ്രദേശങ്ങളിലെല്ലാവരും കച്ചവട ആവശ്യാർത്ഥം വരുന്ന അറബികൾ പ്രാദേശികരായ ഹിന്ദു സ്ത്രീകളെ വിവാഹം കഴിക്കുകയും അങ്ങനെ പ്രാദേശികർക്ക് ഇവർ മണവാളന്മാരായി മാറുകയും ചെയ്യുന്നതിൻ്റെ ലോപിച്ച രൂപമാണ് മാപ്പിള എന്നൊരു വിശദീകരണം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. മറ്റൊരർത്ഥം മൂപ്പിള മൂത്തവർ ആൾക്കാർ അല്ലെങ്കിൽ ശ്രേഷ്ഠർ എന്നുള്ള ഒരു അർത്ഥത്തിൽ നിന്ന് രൂപപ്പെട്ടതാണെന്ന് പറയുന്ന മറ്റൊരു പദവും നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഈ കച്ച് മേമൻ ഫാമിലിയെ കുറിച്ചിട്ടുള്ള വിശദീകരണത്തിൽ നമ്മൾക്ക് കാണുവാൻ കഴിയുന്ന ഒരു പദമാണ് സേട്ട് എന്ന് പറയുന്ന പദപ്രയോഗം. ഈ സേട്ടിൻ്റെ രൂപീകരണത്തെക്കുറിച്ചും ചില നിരീക്ഷണം പറയുന്നത് ശ്രേഷ്ഠി എന്ന് വിളിക്കുന്ന ശ്രേഷ്ഠരായ ആൾക്കാർ എന്നുള്ളൊരർത്ഥം ശ്രേഷ്ഠി എന്നുള്ള സംസ്കൃത പദത്തിൽ നിന്നാണ് സേട്ട് രൂപപ്പെട്ടത് എന്ന് പറയുന്ന ഒരു നിരീക്ഷണവും കൂടി നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള മേത്തർ എന്നുള്ളത് മേത്തരക്കാർ എന്നുള്ള ഒരു വിശദീകരണം കൊണ്ടതാണ് എന്ന് പറയുന്ന ചില വിശദീകരണങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ കുഞ്ഞ് എന്നുള്ള പദം, ഇപ്പം എൻ്റെ തന്നെ പേരായ സൈഫുദ്ദീൻ കുഞ്ഞ്, തെക്കൻ കേരളത്തിൽ കുഞ്ഞിക്കുട്ടി പദപ്രയോഗങ്ങൾ ധാരാളമാണ്. അത് മുസ്ലിങ്ങൾക്ക് ഇതെങ്ങനെ ലഭിച്ചു എന്ന് പറയുന്ന ഒരു നിരീക്ഷണം എവിടെയോ വായിച്ചതായി ഞാൻ ഓർക്കുന്നു. അതിൽ കുഞ്ഞ് എന്നുള്ള പദത്തെക്കുറിച്ച് ആ ലേഖനത്തിൽ വായിച്ചത് ഈ യമനിൽ നിന്നും മറ്റുള്ള ഭാഗങ്ങളിൽ നിന്നും വരുന്ന അറബികൾ, വളരെ സമ്പന്നരായ പണ്ഡിതരായ അറബികൾ, അവരുടെ ഒരു ലാളിത്യം വിനയ സ്വഭാവം പ്രകടിപ്പിക്കുക എന്നുള്ള അർത്ഥത്തിൽ വളരെ ലളിതമായ ഒരു പദം തങ്ങളുടെ പേരിനോട് ചേർത്തതാണ് കുഞ്ഞ് എന്നത് ചില നിരീക്ഷണം നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ കുഞ്ഞെന്ന് പറയുമ്പോൾ എല്ലാവരേക്കാളും ചെറിയ ഒരാളെന്നുള്ളൊരു ആശയം രൂപപ്പെടട്ടെ എന്നുള്ള ഒരു പ്രത്യാശയിലായിരിക്കണം അത് ചേർത്തത് എന്നാണ് പറയുന്നത്. എന്നാൽ അത് തെക്കൻ കേരളത്തിൽ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒരുപോലെ ഉപയോഗിക്കുന്ന പദവും കൂടിയാണ് കുഞ്ഞ്. എന്നാൽ ഞാൻ പറയുന്നത് മുസ്ലിങ്ങൾ എന്തുകൊണ്ട് ഈ പദം കടമെടുത്തു എന്നതിനെ കുറിച്ചിട്ടാണ് ഈ ആ ഒരു ഡയമെൻഷൻ ഞാനിവിടെ പരാമർശിച്ചത്. അതുപോലെ തന്നെ സ്വാഭാവികമായും മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് കൺവേർഷൻ, മത പരിവർത്തനം. ഇതിലെ പ്രധാനപ്പെട്ട ഒരു പദമാണ് അത്. തെക്കൻ കേരളത്തിലെ പ്രധാന ഫാമിലികൾ, കുറുപ്പ് ഫാമിലികൾ. അപ്പോൾ അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് കായംകുളം മുതൽ കായംകുളം അങ്ങോട്ടുള്ള ഭാഗങ്ങളിൽ ഒരുപാട് ഈ കുറുപ്പ് ഫാമിലികളുണ്ട്. കായംകുളത്ത് തന്നെ ചില മുസ്ലിം കുറുപ്പ് ഫാമിലിനെ കാണുവാൻ കഴിയും. അതിൽ ചരിത്രം പറയുന്നത് സിയാദർ കുറുപ്പ് എന്ന് പറയുന്ന ഒരു കുറുപ്പന്മാരിൽ ഒരാൾ, അയാൾ ഇസ്ലാം സ്വീകരിക്കുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ കുടുംബ പരമ്പരകൾ മുഴുവൻ കുറുപ്പന്മാർ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. ഇപ്പോഴും മുസ്ലിങ്ങൾക്കിടയിൽ കുറുപ്പ് എന്നുള്ള പേര് നമുക്ക് കാണുവാൻ കഴിയും. പിള്ള എന്നുള്ളതും മുസ്ലിങ്ങൾക്കിടയിൽ അറിയപ്പെട്ട ഒരു പേരാണ്. ഇപ്പോഴും അതേപോലെ തന്നെ സ്വീകരിക്കുന്ന കാണുവാൻ കഴിയും. ഈ ലബ്ബ, നഹ, റാവുത്തർ, മേമൻ, കച്ചി, സേട്ട് ഫാമിലികൾ മുസ്ലിം കണക്ഷനുള്ള സർനേമുകളാണെങ്കിൽ കുറുപ്പ്, പിള്ള പോലുള്ള പദപ്രയോഗങ്ങൾ ഹിന്ദുക്കളിൽ നിന്ന് കൺവെർട്ട് ആയിട്ട് പോലും ആ പദം അതേപോലെ സ്വീകരിക്കുന്ന ആൾക്കാരെ കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ആലപ്പുഴ കേന്ദ്രീകരിച്ചിട്ടുള്ള ചില കുടുംബങ്ങൾ, ശേരികൾ എന്ന് വിളിക്കപ്പെടുന്ന ചില കുടുംബങ്ങൾ, കായംകുളത്ത് തന്നെ 7ഓളം ശേരികളുടെ ഒരു കൂട്ടം നമുക്ക് കാണുവാൻ കഴിയും. വിവിധ ശേരികളുണ്ട്. ഈ ശേരികളെല്ലാം ഒരു കാലഘട്ടത്തിൽ ഈ നായർ ക്ഷത്രിയ പശ്ചാത്തലത്തിലുള്ളവരായിരുന്നെന്നും പിന്നീട് മുസ്ലിങ്ങളായെന്നും ഇപ്പോൾ ഈ ശേരികളെല്ലാം മുസ്ലിം ഫാമിലികളാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു തരത്തിലുള്ള കൺവേർഷൻ ഒരു കുടുംബത്തെ മുഴുവൻ അല്ലെങ്കിൽ വിവിധ കുടുംബങ്ങളെ മുഴുവനും പിന്നീട് അവരുടെ വിവിധ തലമുറകളെയും മുസ്ലിങ്ങളിലേക്ക് എത്തിക്കുവാനും കാരണമായി എന്നുള്ള ഒരു ചരിത്രവും കൂടി തെക്കൻ കേരളത്തിലുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ മറ്റൊരു ചുരുക്കം. അതുപോലെ തന്നെ തെക്കൻ കേരളത്തെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രധാനമായും പള്ളികളുടെ രൂപീകരണം, ആ പള്ളികൾക്ക് രൂപീകരണത്തിന് കാരണമായ അവിടെ പ്രബോധനത്തിന് വന്ന ആൾക്കാരുടെ സാന്നിധ്യം, അതുപോലെ തന്നെ ശുഹദാക്കളായ ആൾക്കാരുടെ മക്ബറകൾ, അതിന് കാരണമായ സംഭവങ്ങൾ, അതിൻ്റെ കൂടെ തന്നെ ഈ സെൻട്രൽ ഭാഗത്തെ അവിടെയുള്ള പ്രബോധന പ്രവർത്തനങ്ങളും അതിൻ്റെ കൂടെ അവരുടെ കച്ചവട മേഖലകളും, ഇങ്ങനെയുള്ള വിശദമായ പഠനങ്ങൾ തെക്കൻ കേരളത്തെക്കുറിച്ച് ഉണ്ടാവേണ്ടതുണ്ട്. ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് ഇന്ന് തെക്കൻ കേരളത്തിൽ നമുക്ക് കൂടുതൽ കാണുവാൻ കഴിയുന്നത്. കാരണം മലപ്പുറം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ഉള്ളത് കൊല്ലത്താണെന്ന് നമുക്ക് അറിയാൻ കഴിയും. കൊല്ലത്ത് തന്നെ അവരുടെ സ്വതന്ത്രമായ
ഒരു കൾച്ചർ തന്നെ മുസ്ലിങ്ങൾ രൂപീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം തമിഴ് ബന്ധമുള്ള, അതുപോലെ തന്നെ തിരുവനന്തപുരം, കൊല്ലം ആ ഭാഗത്തെ ജീവിത സാഹചര്യങ്ങൾ കലർന്ന ഒരു സ്വതന്ത്രമായ ഒരു സംസ്കാരം തന്നെ കൊല്ലത്തെ മുസ്ലിങ്ങൾക്കുണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ അവിടെ ഈ കൊല്ലം ഏരിയയിൽ, തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഈ ഭാഗങ്ങളിൽ ഒരുപാട് സൂഫി മക്കാമുകൾ കൂടി കാണുവാൻ കഴിയും. അതും ഈ ഒരു ഇസ്ലാമിക് സ്റ്റഡീസ് പഠനങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായി മാറേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വടുതല പ്രദേശങ്ങളിൽ ഹദറമികളുടെ, നമ്മൾ മലബാർ ഏരിയകളിലാണ് ഹദറമികളുടെ വരവും പോക്കും സംസാരിക്കുന്നതെങ്കിൽ ആലപ്പുഴയിലെ തന്നെ ഹദറമികളുടെ ഒരുപാട് മക്കാമുകളും സാന്നിധ്യവും കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ആലപ്പുഴ ഭാഗം തന്നെ രണ്ടാം പൊന്നാനി എന്ന് പോലും വിളിച്ചിരുന്നതായി ചരിത്രത്തിൽ കാണുവാൻ കഴിയും. പൊന്നാനിക്ക് ശേഷം മറ്റൊരു പഠന കേന്ദ്രം എന്ന നിലയിൽ ആലപ്പുഴ വളർന്നതായിട്ടാണ് ചരിത്രത്തിൽ കാണിക്കുന്നത്. ഇപ്പോൾ ആ ഒരു പ്രൗഢി ഇല്ലെങ്കിൽ പോലും ഒരു കാലഘട്ടത്തിൽ നിരവധി പണ്ഡിതന്മാർ ഡയറക്റ്റായിട്ട് പേർഷ്യൻ അല്ലെങ്കിൽ അറബ് ബന്ധം ഈ തീരപ്രദേശം വഴി ആലപ്പുഴയ്ക്കുള്ളത് കൊണ്ട് തന്നെ നല്ല ഒരു പണ്ഡിത വാണിജ്യ വ്യവഹാരങ്ങൾ ആലപ്പുഴ ജില്ലയിൽ സാധ്യമായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ നിരവധി ചരിത്രങ്ങൾ, മൈഗ്രേഷൻ്റെ ചരിത്രം, ഇൻ്റർനാഷണൽ മൈഗ്രേഷൻ ആവട്ടെ, ഇൻട്രാസ്റ്റേറ്റ് മൈഗ്രേഷൻ ആവട്ടെ, അതുപോലെ തന്നെ സൈനിക സാന്നിധ്യമാവട്ടെ, അതിൻ്റെ കൂടെ തന്നെ വാണിജ്യ മേഖലയിലുള്ള സാന്നിധ്യമാവട്ടെ, ഈ വിവിധ മുസ്ലിം ഫാമിലികൾ അവരുടെ പരസ്പരമുള്ള സഹകരണങ്ങൾ, അതിൻ്റെ ഒരു ചരിത്രം തെക്കൻ കേരളത്തിലുണ്ട്. ഈ പത്തനംതിട്ട, ഇടുക്കി പോലുള്ള പ്രദേശങ്ങളിൽ നിന്ന് മഖ്ദൂം ഫാമിലികളെ, പൊന്നാനിയിൽ നിന്ന് മഖ്ദൂം കുടുംബങ്ങളെ, മഖ്ദൂം പണ്ഡിതന്മാരെ കോട്ടയം ഈ ഭാഗങ്ങളിലേക്ക് കൊണ്ടുവരികയും അവിടെ വൈജ്ഞാനിക വ്യവഹാരങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്ത ഒരു ചരിത്രവും കൂടി നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ മറ്റൊരു വിഷയമാണ് മദ്ഹബുകളുടെ ഒരു സാന്നിധ്യം. ഈ ഹൈറേഞ്ച് ഏരിയയായ കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി, അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലയുടെ കിഴക്കൻ ഭാഗങ്ങളിലെല്ലാം ഹനഫി മദ്ഹബിൻ്റെ ശക്തമായ സാന്നിധ്യവും കൂടി ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അപ്പോൾ മൈഗ്രേഷൻ്റെ ഭാഗമായി ഹനഫി മദ്ഹബ് ഷാഫി മദ്ഹബാൽ നിറഞ്ഞു നിൽക്കുന്ന കേരളത്തിൽ ഹനഫി മദ്ഹബിൻ്റെ സാന്നിധ്യം കൂടി ഉണ്ടാവുന്നു. അതിൻ്റെ കൂടെ തന്നെ വളരെ വ്യത്യസ്തമായ ഒരു ഡയമെൻഷനാണ് ഷിയാക്കളുടെ സാന്നിധ്യം. തെക്കൻ കേരളത്തിൽ ആലപ്പുഴ ജില്ലയിൽ സക്കരിയ ബസാറിൻ്റെ പുറകുവശത്തായിട്ട് ബൊഹ്റ മുസ്ലിങ്ങൾ അവർ നമസ്കരിക്കുന്ന ഒരു പള്ളി പോലും ഇന്ന് നമുക്ക് കാണുവാൻ കഴിയും. ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പള്ളികളിലൊന്നാണ് ആ പള്ളി. അപ്പോൾ ഒരു ചെറിയൊരു നമ്പർ ആണെങ്കിൽ പോലും ഷിയാക്കളുടെ ഒരു സാന്നിധ്യവും അതുപോലെ തന്നെ നിരവധി പണ്ഡിതന്മാർ ആ ഒരു ചരിത്രത്തിൽ, ആ പള്ളിക്കൊരു ചരിത്രം നമുക്ക് കാണുവാൻ കഴിയും. ആ ചരിത്രത്തിൽ തന്നെ നിരവധി പണ്ഡിതന്മാർ ഇറാനിൽ നിന്നും മറ്റു ഭാഗങ്ങളിൽ നിന്നും ആ ഭാഗത്തേക്ക് വരികയും അവരുടെ വൈജ്ഞാനിക വ്യവഹാരങ്ങൾക്കും ചർച്ചകൾക്കും നേതൃത്വം നൽകിയതായും വിശദീകരണങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ മദ്ഹബ് എന്ന നിലയിൽ ഹനഫി മദ്ഹബിൻ്റെ സാന്നിധ്യവും അതുപോലെ തന്നെ ഒരു സെക്ട് എന്ന നിലയിൽ ഷിയാക്കളുടെ സാന്നിധ്യവും നമുക്ക് തെക്കൻ കേരളത്തിൽ കാണുവാൻ കഴിയും. ഇങ്ങനെ ബഹുവിധ വർണ്ണങ്ങൾ, മതപരമായി തന്നെ ബഹുവിധ വർണ്ണങ്ങളുള്ള, അതുപോലെ തന്നെ ഇപ്പോഴും ശക്തമായി കച്ചവട മേഖലയിൽ വളരെ ശക്തമായി നിലനിൽക്കുന്ന മുസ്ലിം കുടുംബങ്ങളും കാണുവാൻ കഴിയും. അതുപോലെ ആധുനിക ഘട്ടത്തിൽ കായംകുളത്ത് തന്നെ യാക്കൂബ് ഹസൻ സേട്ടിൻ്റെ നേതൃത്വത്തിലുള്ള ഹസനിയാത്തും അതുപോലെ തന്നെ പെൺകുട്ടികൾക്കായിട്ട് അദ്ദേഹം തന്നെ രൂപീകരിച്ച ബനാത്തും ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളായി നിലനിൽക്കുന്നത് കാണാം. ഇദ്ദേഹം തന്നെയാണ് കായംകുളത്തിൻ്റെ ഒരു നാഗരിക വളർച്ചയിൽ പോലും പ്രധാന റോള് വഹിക്കുന്നത്. അവിടുത്തെ പ്രധാനപ്പെട്ട ഗവൺമെൻറ്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പോലും അദ്ദേഹം നൽകിയ ഭൂമിയിലാണ് പണിയപ്പെട്ടതെന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും. ഇങ്ങനെ ഈ സേട്ട് കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ റാവുത്തർ, ലബ്ബ, നഹ, കച്ചിമേമൻ ഫാമിലികളുടെ ഒരു വലിയ സാമ്പത്തിക, വൈജ്ഞാനിക, സാമൂഹിക, രാഷ്ട്രീയ മേഖലയിലെ വലിയൊരു സ്വാധീനവും കൂടി കൂടുതൽ ആഴത്തിൽ പഠിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും.